കേരളത്തിലെ ജലാശയങ്ങളിൽ സുരക്ഷിതവും നിയമാനുസൃതവുമായാണ് ബോട്ട് സർവീസ് നടത്തുന്നത് എന്ന് ഉറപ്പാക്കുന്നതിനായി കേരള മാരിടൈം ബോർഡ് ശക്തമായ എൻഫോഴ്സ്മെന്റ് നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. എല്ലാ യന്ത്രവൽകൃത ബോട്ടുകൾക്കും സാധുവായ രജിസ്ട്രേഷൻ, ഇൻഷുറൻസ്, സർവേ, പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമാണ്. എൻഫോഴ്സ്മെന്റ് നടപടികളിൽ ഇവ ഇല്ലെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടിയെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്യും. ഈ സർട്ടിഫിക്കറ്റ് സർവേയും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും കൃത്യമായി ഒരു ബോട്ടിന് വേണ്ട കാര്യങ്ങളൊക്കെ, ഒരു യാനം പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ടീം ഓൺബോർഡ് വന്നതിന് ശേഷം ആ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുകയും ആ സർട്ടിഫിക്കറ്റിൽ പ്രതിപാദിക്കുന്ന LSAFF എക്യുപ്മെന്റ്സ്, അതിൽ പ്രവർത്തിക്കുന്ന ഒപ്പം ഈ പറയുന്ന പൊല്യൂഷൻ എക്യുപ്മെന്റ്സ്, കൂടാതെ ഇൻഷുറൻസ്, ഇവയെല്ലാം പരിശോധിക്കുക. വെസലിന്റെ വിവരങ്ങൾ, അതായത് KIV അല്ലെങ്കിൽ IV നമ്പർ കൃത്യമായി ഹള്ളിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാകണം. ബോട്ടിന്റെ കപ്പാസിറ്റി എത്രയാണെന്ന് യാത്രക്കാർക്ക് കാണും വിധം പ്രദർശിപ്പിച്ചിട്ടുണ്ടാകണം. ഇതോടൊപ്പം തന്നെ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ സഹായത്തിനായി ബന്ധപ്പെടേണ്ട നമ്പറും പ്രദർശിപ്പിച്ചിട്ടുണ്ടാവണം. എൻഫോഴ്സ്മെന്റ് നടപടികൾക്ക് എത്തുന്ന അധികൃതർ വെസലിന് സാധുവായ രജിസ്ട്രേഷൻ, ഇൻഷുറൻസ്, സർവേ, പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് എന്നിവ ഉണ്ടോ എന്ന് പരിശോധിക്കും. ബോട്ടിൽ ആവശ്യമായ ക്രൂ ഉണ്ടെന്ന് ഉറപ്പുവരുത്തും. ജീവനക്കാർക്കെല്ലാം തന്നെ സാധുവായ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. ബോട്ടിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ബോട്ടിൽ ലഭ്യമാണോ എന്ന് പരിശോധിക്കുകയും അവയുടെ നിലവാരവും പ്രവർത്തനക്ഷമതയും വിലയിരുത്തുകയും ചെയ്യും. ഇൻലാൻഡ് വെസൽ ആക്ട് 2021 ചാപ്റ്റർ 16 കുറ്റങ്ങളും പിഴകളും കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ പ്രതിപാദിക്കുന്ന കുറ്റങ്ങളും പിഴകളും ചുമത്തുക എന്നതാണ് എൻഫോഴ്സ്മെന്റ് ടീമിന്റെ പ്രധാന കർത്തവ്യം. സർട്ടിഫിക്കറ്റ് ഓഫ് സർവേ ഇല്ലാത്ത പക്ഷം 10,000 രൂപയും ആവർത്തിച്ചാൽ 25,000 രൂപ വരെയും പിഴ ഈടാക്കും. ബോട്ടിലെ ജീവനക്കാർക്ക് മതിയായ യോഗ്യതയില്ലാത്ത പക്ഷം 10,000 രൂപയും ആവർത്തിച്ചാൽ 25,000 രൂപ വരെയും പിഴ ഈടാക്കും. സാധുവായ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ 10,000 രൂപ വരെ പിഴയും ആവർത്തിച്ചാൽ 50,000 രൂപ വരെ പിഴയും ഈടാക്കും. സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ ബോട്ട് സർവീസ് നടത്തിയാൽ 10,000 രൂപ വരെ പിഴയും ബോട്ട് പിടിച്ചെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികളും ഉണ്ടാകും. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് ബോട്ടിൽ സൂക്ഷിക്കാതെ ഇരുന്നാൽ 10,000 രൂപ വരെ പിഴ ഈടാക്കും. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാതെയാണ് സർവീസ് എന്ന് കണ്ടെത്തിയാൽ 10,000 രൂപ വരെ പിഴയും ആവർത്തിച്ചാൽ 25,000 രൂപ വരെ പിഴയും ഈടാക്കും. മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത പക്ഷം 25,000 രൂപ വരെ പിഴ ഈടാക്കും. ആവശ്യമായ ജീവനക്കാരില്ലെന്ന് കണ്ടെത്തിയാൽ 10,000 രൂപ വരെ പിഴയും ആവർത്തിച്ചാൽ 25,000 രൂപ വരെ പിഴയും ഈടാക്കും. പരിശോധനയ്ക്കെത്തുന്ന ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തുകയോ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയോ ചെയ്താൽ 50,000 രൂപ വരെ പിഴയും 3 വർഷത്തിൽ കവിയാത്ത തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ബോട്ടുകൾക്കെതിരെ കർശന നടപടി തുടരും. നിയമം പാലിക്കൂ, ഓരോ യാത്രയും സുരക്ഷിതമാക്കൂ.